എന്ത് തന്നെ ആയാലും ഒരു കാര്യത്തിനോട് നമുക്ക് അത്രമേൽ പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് വിട്ട് കളയരുത്. Sometimes I get so mad, there's no controlling me. My thoughts get so bad, I'm like, I might grab at that, I don't know. Oh God, ചില സമയങ്ങളിൽ നമ്മളെ ലൈഫ് തന്നെ നമ്മളെ കയ്യിൽ നിന്ന് വിട്ടു പോകുമെന്ന് തോന്നുന്ന സമയത്തൊക്കെ നമ്മൾ എന്തിലാണോ പാഷനേറ്റ് ആയിട്ടുള്ളത്, അപ്പോൾ ആ പാഷന് നമ്മളെ കുറച്ചെങ്കിലും പിടിച്ചു നിർത്താനായിട്ട് പറ്റും. ഹേയ് ചാംസ്, ഞാനപ്പോൾ ഈ ട്രാക്കിൽ നിൽക്കണ എന്തെന്നായിരിക്കും നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നത്. ഇത് ആറ്റിങ്ങൽ ശ്രീപാദ സ്റ്റേഡിയമാണ്, അവിടെ വാട്ടർ സപ്ലൈ ഓഫീസിന്റെ താഴെയുള്ള സ്റ്റേഡിയം. അപ്പൊ ഞാനിവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇന്റർ കോളേജിന്റെ സ്പോർട്സ് മീറ്റ് നടക്കുന്നു. അപ്പൊ അതിൽ എൻ്റെ ഒരു അനിയൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം വുഷുവിലാണ് അവൻ മത്സരിക്കാൻ നിൽക്കുന്നത്. അപ്പൊ അവന്റെ മാച്ച് നടക്കുന്നതും അവിടെ ആയിട്ടാണ്. അപ്പൊ നമുക്കപ്പോൾ നേരെ വ്ളോഗിലോട്ട് പോയാലോ. ഞാനപ്പം വീട്ടിൽ നിന്ന് റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അല്ലമീനെ കാത്ത് നിൽക്കണം. അവനെ ഞാൻ വിളിച്ചപ്പോൾ അവൻ ഇപ്പം റെഡി ആവുന്നതേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ മിക്കവാറും കുറച്ചു നേരം പോസ്റ്റ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. എന്തായാലും അവൻ വന്നിട്ട് അവൻ്റെ വണ്ടിയിൽ ഒരുമിച്ചാണ് നമ്മൾ നേരെ ആറ്റിങ്ങിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്നത്. ഞാനിവിടെ അല്ലമീനെയും കാത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് നേരം കുറേ ആയി. ഞാൻ 9:45 സമയത്ത് അവൻ്റെ വീട്ടിൽ ചെന്ന് അവനെ വിളിച്ചെണീപ്പിച്ചിട്ട് 11 മണിക്കുള്ളിൽ പോകണമെന്ന് പറഞ്ഞതാണ്. ഇപ്പം സമയം 11:15. ഇതുവരെ അവ എത്തിയിട്ടില്ല. ഒരു സ്ഥലത്തും സമയത്ത് എത്താന്ന് പറഞ്ഞിട്ട് അവ എത്തിയിട്ടില്ല. ഇനി എത്ര നേരം പോസ്റ്റ് എടുപ്പിക്കുമെന്ന് കണ്ടറിയാം. അവൻ്റെ വെയിറ്റ് ഒക്കെ അവിടെ കൊടുത്ത് കഴിഞ്ഞ് ഇനി അവൻ്റെ മാച്ച് 11:11:30 അത് തുടങ്ങുമെന്നാണ് പറഞ്ഞത്. ഇനി എപ്പോൾ എത്താനാണെന്ന് അറിയാൻ വയ്യ അവിടെ. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനോട് അത്രയ്ക്കും പാഷനേറ്റ് ആണെന്നുണ്ടെങ്കിൽ, നമുക്ക് അത്രയും ഒരു കാര്യത്തിനോട് പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം എന്തെങ്കിലും ഒരു സ്പോർട്ട് ആവാം, അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള എന്തെങ്കിലും ആവാം, എന്ത് തന്നെ ആയാലും ഒരു കാര്യത്തിനോട് നമുക്ക് അത്രമേൽ പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് വിട്ട് കളയരുത്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് എല്ലാം നല്ല രീതിക്ക് ട്രെയിൻ ചെയ്തിട്ട് നിങ്ങളെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കണം. ചില സമയങ്ങളിൽ നമ്മളെ ലൈഫ് തന്നെ നമ്മളെ കയ്യിൽ നിന്ന് വിട്ടു പോകുമെന്ന് തോന്നുന്ന സമയത്തൊക്കെ നമ്മൾ എന്തിലാണോ പാഷനേറ്റ് ആയിട്ടുള്ളത്, അപ്പോൾ ആ പാഷന് നമ്മളെ കുറച്ചെങ്കിലും പിടിച്ചു നിർത്താനായിട്ട് പറ്റും. നമ്മൾ എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് ഡ്രഗ്സിൻ്റെ പിറകെ ഒന്നും പോവാണ്ട് നമ്മൾ എന്തിലാണോ പാഷനേറ്റ് ആയിട്ടുള്ളത്, അപ്പോൾ അതിനെ ഫോളോ ചെയ്യാനായിട്ട് നോക്കണം. നിങ്ങളെ പാഷനിൽ കൂടെ നിങ്ങളാണെങ്കിൽ ഒരു ഫ്യൂച്ചർ നിങ്ങൾ അതിൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ പാഷൻ വിട്ടുകളയരുത്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് എല്ലാം ട്രെയിനിങ് ചെയ്ത് മാക്സിമം ഇമ്പ്രൂവ് ആയിട്ട് അതിലൊരു ഫ്യൂച്ചർ കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയും കൂടെ വേണം. ഒരിക്കലും അത് വിട്ടുകളയാൻ നിൽക്കില്ല. എന്ത് വന്നാലും വിട്ടുകളയാൻ മാത്രം നോക്കരുത്. നിങ്ങൾക്കൊരു സ്കില്ലുണ്ട്, നിങ്ങൾക്കൊരു കഴിവുണ്ടെന്ന് നിങ്ങൾക്ക് സ്വയം തോന്നിക്കഴിഞ്ഞാൽ ബാക്കി ആരെയും ഇത് നിങ്ങൾ കേൾക്കരുത്. ബാക്കി ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് നിന്നെ കൊണ്ട് പറ്റൂല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ കേൾക്കാൻ വേണ്ടി നിൽക്കരുത്. നിങ്ങൾക്ക് ഫുൾ കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആര് പറഞ്ഞാലും വിട്ടുകളയരുത്. ട്രെയിൻ ചെയ്ത് ഇമ്പ്രൂവ് ആയിട്ട് മാക്സിമം നിങ്ങൾ അതിൽ നിന്നൊരു ഫ്യൂച്ചർ കണ്ടെത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത്രയും ബെറ്ററാണ്. പിന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചൊരു കേസുണ്ട്, എൻ്റെ ഇഞ്ചുറി എന്തായെന്ന്. അപ്പം ഞാനൊരു 3 ആഴ്ചത്തെ റെസ്റ്റും കൂടെ കഴിഞ്ഞാൽ വീണ്ടും വർക്കൗട്ട് റീസ്റ്റാർട്ട് ചെയ്യാണ്. ഓൾറെഡി 2-2.5 മാസമായി ഇഞ്ചുറി ആയതിനു ശേഷം. അപ്പോൾ കംപ്ലീറ്റ് ഇപ്പോൾ ഏറെക്കുറെ കൈ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു 3 ആഴ്ചത്തെ റെസ്റ്റും കൂടെ പ്രോപ്പർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ വർക്കൗട്ട്സ് എല്ലാം റീസ്റ്റാർട്ട് ചെയ്യും. എത്തിയിട്ടുണ്ട് വാഴ. ഇങ്ങോട്ടോ എടാ, ഈ ഒരിടത്തെന്താ സമയത്തും കാലത്തും ഇറങ്ങാത്തത് നീ? പട്ടി പോസ്റ്റ് അടുപ്പിക്കാനായിട്ട് അവൻ കടന്ന് വിളിച്ചുകൊണ്ടിരിക്കും. ശിവനാണ് മൊണ്ടി ബാബു. ഒരു സമയം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ പറഞ്ഞാൽ 5 മണിക്കൂർ എടുക്കും അവൻ. 10 മിനിറ്റ് പറഞ്ഞാൽ അതിന് 2 മണിക്കൂറാണ്. വണ്ടി എടുക്കും. അങ്ങനെ നമ്മൾ ശ്രീപാദ സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുണ്ട്. കുറേ നാളിന് ശേഷമാണ് ഇപ്പൊ ഇങ്ങോട്ട് മാറണത്. അവനെ വിളിച്ചാണ്ടാ, വിളിച്ചിട്ട് എത്തിന്ന് പറയാം. അവിടെ ഫോൺ എൻ്റെ അല്ലേ? ഇവിടെ കുറെ സുന്ദരായി നിന്റെ വാമപ്പാക്ക. ഇവനാണെന്ന് വ്ളോഗിൽ നിറയ്ക്കാൻ പോകുന്നത്. എപ്പോഴാ നിന്റെ നാണം മാത്രം എന്താ മാറാത്ത? ഫിക്സർ ഇട്ടാലേ അറിയില്ല. ഫിക്സർ ഇട്ടില്ലേ? അവന്റെ കിട്ടിയുള്ളൂ. നിന്റെ വെയിറ്റ് കാറ്റഗറി എത്ര? 65. 52. 50-55.
നീ ആടാ 16 സെറ്റ് പൊളിക്കല്ലടാ. പിന്നല്ല നിന്റെ ചാട്ടോ ഇതെല്ലാം ഓടി അവിടെ എടുക്കുകയാണ് ഞാൻ. എടി ഇവന്റെ നാളെ എന്താ മാറാത്ത ക്യാമറ നാളെ ഞാൻ ഇടും മാച്ച് ടൈമിൽ ഇതാണൊക്കെ നിക്ക് നീ നല്ല കേരള. ഞാൻ കേരള ജേഴ്സി ഇട്ടോണ്ട് വരായിരുന്നല്ലേ, ഒരു ഗുമ്മായിരുന്നു. അകത്തുണ്ട് ഇന്ത്യ ഉണ്ട് പിന്നല്ല കേരള എല്ലാ പൈസ കളിച്ചിട്ടുണ്ടാ. അതെ അല്ല നിന്നെ പോലെ പിന്നെ വീട്ടിൽ വെറുതെ ഇരുന്നാ കിട്ടും. ആ അതെ ഇറക്കം കഷ്ടപ്പെട്ട് ഞാൻ കോച്ചിങ് കൊണ്ടുവരാൻ മതി. കൗല ഇത് അവര് തമ്മിലുള്ള ഫൈറ്റിംഗ് അല്ലേ? പിന്നെ ഡെമോ കാണിക്കണം. ഹോം ചെയ്യില്ല പേര് കൗലയാ തൗല. എടാ ഇപ്പൊ ഈ നടക്കണ ഇതില്ലേ വാള് വെച്ച് ഇത് തൗല വിഷു മറ്റേതെന്തോന്നായിരുന്നു ഫൈറ്റിംഗ്. ഫോംസാ ക്യാമറ ഓണാക്കി വെച്ചോണ്ടിരിക്കണ സംസാരിക്കില്ല. ഇവന്റെ ഇപ്പോഴത്തെ നാണം മുടങ്ങി വീഡിയോ എടുത്തിട്ട് അവൻ ഫൈറ്റ് ഉള്ള സമയത്ത് എന്റെ മാസ് ഡയലോഗ് ഇതും കൂടെ കേട്ടിട്ടാ. ക്യാമറ കാണുമ്പോ ഇവന് ഭയങ്കര നാണമാണ്. നിന്റെ കോച്ചാടാ ഇത്? ഇത് അതെ വയറ് തള്ളിപ്പോയ കോച്ച് തിരിഞ്ഞാണ്ട എത്തണില്ല. അല്ല മീനെ ആ വാളൊരെണ്ണം മേടിച്ചേരട്ടാ. ഒന്ന് കാണിക്കോ നിന്റെ പെർഫോമൻസ്? ആരെ വെട്ടണം നീ അതെനിക്ക് കറക്കി കാണിച്ചാൽ മതി. പയ്യൻ കാണിക്കണത് എടുക്കട്ടാ. ഞാൻ എടുത്തിട്ട് കറക്കി കാലി എന്റെ കാര്യത്തിന് വെട്ടു. അവന്റെ കാലിലായിരിക്കില്ല ചുക്കാമണിയിലായിരിക്കും വെട്ട് വീഴും. അല്ല മീനെ നീ ഇതിട്ട് വഴി നടക്കുമ്പോഴാണെങ്കിൽ എല്ലാരും കേരള പ്ലേയേഴ്സ് എന്ന് പറഞ്ഞ് നിന്നെ ഇപ്പൊ നോക്കോലാടാ. കേരള പ്ലെയർ അവർക്ക് അറിഞ്ഞൂടല്ലോ. നമുക്കല്ലേ അറിയാം ചായ അടിക്കാൻ പോലും അറിയാത്തനാണ്. ചായ എടുക്കാനൊക്കെ അറിയാം. മറ്റേ ഗോത സിനിമ ഉണ്ടാ അതില് മറ്റേ അല്ല അവള് മത്സരിക്കാൻ ഇറങ്ങുമ്പോഴാണെങ്കിൽ കോച്ച് എന്നുള്ള രീതിക്ക് അഭിമാനം കൊണ്ട് ടോണിയുടെ അച്ഛൻ നിൽക്കൂലേ അതാണ് ഒരുത്ത നിക്കണുണ്ടാ. മറ്റേത് എടുത്ത് കേട്ടതുണ്ട് കേട്ടോ ഞാൻ പാട്ട്. ബാക്ക് ചെയ്തൊരു ഷോട്ട് കൂടെ എടുക്കാം. നിക്കണം. ആ കറക്റ്റ്. അപ്പൊ അവന്മാരെ ഫിക്സ്ചർ ആയോ എന്ന് അറിയാൻ വേണ്ടി നമ്മളിതൊക്കെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോച്ച് അല്ലമീനോടൊപ്പം റിമാൻഷൻ. മാച്ച് തുടങ്ങുന്നതിന് മുമ്പേ ചെറുക്കനൊന്ന് വിശ്രമിക്കണമെന്നും പറഞ്ഞിട്ട് ഇവിടെ വന്ന് നേറ്റെടുത്ത് നീണ്ടു തുറന്ന പൊടിയില്ലാത്ത നോക്കിയെടുത്തു. എല്ലാത്തിനും പൊടി. ചെറു വേറെ വല്ല തുണിയെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ തട്ടി കളഞ്ഞിട്ട് കിടന്നത്. സാനിറ്റൈസർ അടിക്കണോടാ. കേരള കോച്ചിന്റെ ഉപദേശങ്ങളാണ്. സംശയം അവിടെ പാട്ട് കേട്ട് റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കൂളാവുകയാണ്. സെൻഷറിന്റെ ഫുൾ കട്ട സപ്പോർട്ടിലാണ്. അപ്പൊ കുറച്ചിടത്തേക്ക് നമ്മളൊന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇപ്പൊ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർ കോളേജ് ചാമ്പ്യൻഷിപ്പ് ആണ്. അപ്പം ഇവിടെ ടൈറ്റിൽ കിട്ടുന്നവർക്ക് ഫസ്റ്റോ സെക്കൻഡോ തേർഡോ കിട്ടുന്നവർക്ക് കേരള യൂണിവേഴ്സിറ്റിയിൽ ഇതിൽ 50 മാർക്ക് കിട്ടുന്നുണ്ട്. അപ്പോ പിന്നെ ഇവിടെ നിന്ന് ജയിച്ച് നാഷണലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ 90 മാർക്ക്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ അറിവിലോട്ടൊന്ന് പറഞ്ഞതാണ്. അപ്പൊ ഈ സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഇറങ്ങണമെന്നുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ 50 അവിടെ പോകും. അപ്പം വമ്പൻ നൊസ്റ്റാൾജി അടിക്കുകയാണ്. പ്ലസ് 1 പ്ലസ് 2 പഠിക്കുന്ന സമയത്ത് ഞാനിവിടെ ആലങ്കോട് സ്കൂളിലാണ് പഠിച്ചത്. ഗ്രൗണ്ട് കണ്ടില്ല, ഇപ്പൊ ഒരുപാടങ്ങ് മാറി. മുമ്പ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, ഇപ്പൊ ഒരുപാട് പുരോഗമിച്ചു.
അപ്പോൾ മാച്ചിൻ്റെ പോയിന്റ്സ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നതിൻ്റെ 4 ഭാഗത്തായിട്ട് റെഫറീസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരിവിടെ ഇരുന്നുകൊണ്ട് 4 ആംഗിളിൽ നിന്നുമുള്ള പോയിന്റ്സ് അവർ അവിടെ എഴുതും. അപ്പോൾ റൗണ്ട് മാച്ചസ് കഴിഞ്ഞതിന് ശേഷം 2 പ്ലെയേഴ്സിനെ ഇങ്ങനെ നിർത്തിയിട്ട് ഓപ്പോസിറ്റ് അവിടെ സ്കോർ എഴുതിയ റെഫറീസ് ആണെങ്കിൽ റെഡ് അല്ലെങ്കിൽ ബ്ലൂ ഇതിൽ പൊക്കി കാണിക്കും. അപ്പോൾ ആ സമയത്ത് ആരാണ് ജയിച്ചതെന്ന് അറിയാം. തൗല ഉഷുവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഗേൾസിന് അവിടെ സർട്ടിഫിക്കറ്റ് മെഡലും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. കിക്കുകളെല്ലാം അതെ ഫുൾ കോൺഫിഡൻസിലല്ലേ? നല്ല സീനാണ്. മാറാ കണ്ടി മാറണം. അയ്യോ ഞാൻ വന്നിട്ടുണ്ടായിരുന്നല്ലേ. കാണുന്ന റെഡാണ് അൻഷാദിന്റെ ഓപ്പോണന്റ്. നാഷണൽ തേർഡുള്ള പയ്യനാണ്. അൻഷാദിനൊരു വെല്ലുവിളിയാണ്. Welcome to my party, we're just getting started. A life is a dream or a nightmare scarring. Hand me a drink cause I think I'm going all in. Get me a shrink who can catch me when I'm falling. Cover up my scars, flip the handlebars. Crashing in my car, wake up in a bar. I'll be a superstar, just on my avatar. This world is so bizarre, empty out the reservoir. Yeah, I'm taking 6 shots, yeah, straight to the face. And I wanna get lost, I'm sick of this place. Don't know how to stop when I'm feeling this way. So I'm taking 6 shots till I'm feeling okay. I think I'm going crazy, don't think I'll get home safe. So I'm taking 6 shots, all straight to the face. I'm taking 6 shots, are you coming with me? I'm taking 6 shots, yeah, straight to the face. And I wanna get lost, I'm sick of this place. Don't know how to stop when I'm feeling this way. So I'm taking 6 shots till I'm feeling okay. I think I'm going crazy, don't think I'll get home safe. So I'm taking 6 shots, all straight to the face. I'm taking 6 shots, are you coming with me? Sometimes you need to let loose, grab juice, get goose, tattoos, taboos, get screwed. Loosen up, buttercup, all those hate comments will never make you feel enough. We're all adequate graduates, heart full of calluses, but we know calculus. Damn, ain't that fabulous? Can't wait to apply all those mathematicus. But we can't get a job that pays us enough. I'm about to pop off. Fuck you, you're lost. We all know that we never really want a boss. So I'ma do what I want to, something I can't undo. Yeah, I'ma do what I want to, something I can't undo. I'm taking 6 shots, yeah, straight to the face. And I wanna get lost, I'm sick of this place. Don't know how to stop when I'm
തൂക്കിണ്ടോനെ തൂക്കിയിട്ടുണ്ട്. പിന്നല്ല നാഷണൽ പ്രോഡക്റ്റിനെ എടുത്തിട്ടുണ്ട്. പിന്നല്ല തുടക്കം തൊട്ടേ ഡോമിനൻസ് ആയിരുന്നേ. തുടക്കം തൊട്ടേ ഡോമിനൻസ്. ഇവിടെ ചുണ്ടിന്റെ അവിടെ ചെറിയൊരു മുറിവുണ്ട്. അങ്ങനെ അൻഷാദിന്റെ ഫസ്റ്റ് മാച്ച് തന്നെ അവൻ തകർത്ത് അടിച്ചിട്ടുണ്ട്. അവൻ നാഷണലിൽ തേടി കിട്ടിയ പയ്യനാണ് അവൻ അടിച്ചിട്ടുള്ളത്. അപ്പോ അവന് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ആ പയ്യനായിരുന്നു. അപ്പൊ അവനെ സുഖമായിട്ട് അവൻ അടിച്ചു തീർക്കും. തുടക്കം തൊട്ട് ഫുൾ ഡോമിനൻസ് ആയിരുന്നു. ഇനി അവനിപ്പോ ഡയറക്റ്റ് സെമിയാണ്. അപ്പൊ സെമി ഫൈനൽ. അപ്പൊ രണ്ട് മാച്ചും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ചെറുക്കൻ പൊളി. ഗൈസ് നൊസ്റ്റാൾജിയ പുതുക്കാൻ വേണ്ടിയിട്ട് അത് ആ ട്രാക്കിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ശ്രീപാദം സ്റ്റേഡിയം, ആറ്റിങ്ങൽ വാട്ടർ സപ്ലൈ ഓഫീസിന്റെ അവിടെ. നമ്മളപ്പോ ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വെളിയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് അപ്പൊ അൻഷാദിന്റെ സെക്കൻഡ് റൗണ്ട് മാച്ചസ് സ്റ്റാർട്ട് ആണ്, അതായത് അവന്റെ സെമി ഫൈനൽ. അപ്പൊ അത് 3:40 സ്റ്റാർട്ട് ആവുമെന്നാണ് പറഞ്ഞത്. അപ്പൊ അവന്റെ മിക്കവാറും ഒരു 5 മണി അടുപ്പിച്ചാവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് വീണ്ടും അകത്തോട്ട് പോവാം. അൻഷാദേ, നിന്റെ മാച്ച് എത്രാമതായി നീ? 70. ഇപ്പൊ എത്ര ആയി? 19. എത്ര നേരം ഇനി ഇവിടുന്ന് ഉറങ്ങുമോ നീ? പിന്നല്ല, പൊളിക്കല്ലേ സെക്കൻഡ് റൗണ്ട്. ഫസ്റ്റ് റൗണ്ട് എടുത്ത് എറിഞ്ഞോണൊക്കെ എറിയല്ലേ, അത്രേ ഉള്ളൂ. അവന്റെ മാച്ച് തുടങ്ങാൻ വേണ്ടി നല്ല രീതിക്ക് ലേറ്റ് ആവും. 71ാമത്തെ ബോട്ടാങ്കണ്ടാണ് വേണ്ടത്. ഇപ്പൊ നിലവിലിപ്പം എത്രയാടാ, 35 അത്രയും കണ്ടേ ആയുള്ളൂ. സമയം ഇപ്പൊ ഓൾറെഡി 5 ആയി. 7 മണിയെങ്കിലും ആകുമ്പോൾ അവന്റെ തുടങ്ങുന്നൊരു പ്രതീക്ഷ ഉണ്ട്. നോക്കാം. അകത്ത് നിന്ന് ഷോക്ക് അടിച്ചപ്പോ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. ഇവിടെ പിള്ളേര് ഫുള്ള് പ്രാക്ടീസ് ചെയ്തോണ്ട് നിൽക്കുകയാണ്. അവിടെ ഒരു സൈഡില് കോക്കോടെ പ്രാക്ടീസാണ്, അവിടെ കുറച്ചുപേര് ഫുട്ബോള്. അകത്ത് നിന്ന് ബോറടിച്ചപ്പോൾ നമ്മൾ റൗണ്ടിന് ചുറ്റും ഒന്ന് നടക്കാന്ന് വിചാരിച്ചിട്ട് ഇതാ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ശരീരം അനങ്ങാൻ മടിയുള്ള ഒരുത്തനാണ് ഇതാ പറഞ്ഞത്. ഓ, അവ ഇട്ടേക്കണണ്ട കേരള ജേഴ്സി. കാണുന്ന എല്ലാവരും വിചാരിക്കും ഓ ഏതാ സ്പോട്ടിലെ ഏതോ മെയിൻ കൂടിയ ആണെന്ന് വിചാരിക്കും. കോച്ച് അല്ലമീൻ. അതെ 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 അതെ.
കമണ്ട പോയി. Come on. വെള്ളം വേണം. Come on, boy. Nice ra. Come on, ra. Throw. Keep going. എടുക്കാം. അൻഷാദ്. ഗൈസ്, അൻഷാദിന്റെ സെമി ഫൈനൽ ബോട്ടില് അവൻ തുടക്കം മാച്ചിന് ഇറങ്ങി ഉടനെ അവൻ നല്ല ലീഡ് എടുത്തതാണ്. ലീഡ് എടുത്തതിന് ശേഷം പിന്നെ അവൻ ഇടയ്ക്കാണെങ്കിൽ അവർ കിക്ക് ചെയ്യാനായിട്ട് നോക്കിയപ്പോൾ അവന്റെ കിക്ക് മിസ്സായി. അപ്പോൾ ആ കിക്ക് മിസ്സായ സമയത്ത് അവന്റെ ഡിഫൻസ് പൊളിഞ്ഞ സമയത്ത് ഓപ്പോണന്റ് ആണെങ്കിൽ അവന്റെ ഏതാണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് അടിച്ചപ്പോൾ അവൻ നോക്കൗട്ട് മീൻസ് കംപ്ലീറ്റ് അവൻ വീണില്ല. കൗണ്ട് തീരുന്നതിന് മുന്നേ അവൻ എണീറ്റപ്പം പക്ഷെ അവന്റെ ശരീരത്തൊരു ആട്ടം ഉണ്ടായിരുന്നു. അവന് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. പക്ഷെ അവൻ നിന്ന് ഓക്കെ ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും റെഫറീസ് ആണെങ്കിൽ അവൻ ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ട് മാച്ച് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഓപ്പോണന്റിനെ വിന്നറായിട്ട് പ്രഖ്യാപിച്ച്. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് അവൻ മൊത്തത്തിൽ ഇപ്പോൾ ഒന്ന് ഡെസ്പായിട്ട് അവിടെ ഇരിക്കുകയാണ്. സംഭവം അവന്റെ മൈൻഡിൽ അവനാണെങ്കിൽ പെർഫോം ചെയ്യണമെന്നുണ്ട്. അവൻ ആ ഒരു നോക്കൗട്ട് ആ ഒരു ഇടി കിട്ടിയ സമയത്ത് ഒന്ന് മൈൻഡൊന്ന് മാറി അവൻ്റെ ഒരു കറക്കത്തിലായിരുന്നു അവൻ. അപ്പോൾ ആ കറക്കം ഒന്ന് റെഡിയായി വരുന്ന സമയത്താണെങ്കിൽ റെഫറീസ് പിന്നെ അവൻ ഇങ്ങനെ ഒരു ആട്ടമൊക്കെ കണ്ടപ്പോൾ മാച്ച് അവിടെ നിർത്താമെന്ന് പറഞ്ഞു. അപ്പോൾ മൊത്തത്തിൽ അവിടെ ഇങ്ങനെ ഡെസ്പായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ ഒരു ഫ്രണ്ടിന്റെ മാച്ചും കൂടെ ഉണ്ട് ഇനി. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് എല്ലാവരും അങ്ങ് പോകാന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത്. ഇപ്പോൾ അടുത്തേന് തൂക്കാടാ, അടുത്തേന് എടുക്കാം നമുക്ക്, അത്രേ ഉള്ളൂ. സീനില്ല, എത്തവണ ബ്രോൺസ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത് നമ്മളത് ഗോൾഡ് ആക്കും. നാഷണൽ പ്ലെയറിനെ നീ ഒരു നാഷണൽ പ്ലെയർ ഓർക്കണം. ഇത് ജസ്റ്റ് ഒരു ക്വാളിറ്റി കൊണ്ട് മാത്രം പറ്റിയതാണ്. മാച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷവും അവന്റെ മൈൻഡിൽ നിന്ന് അതൊന്നും പോകുന്നുണ്ടായിരുന്നില്ല. കാരണം അവൻ നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് വന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് അവനും വിചാരിച്ചില്ല. അവൻ നോക്കൌട്ട് സ്റ്റേജിൽ നിന്ന് എണീറ്റ് നിന്നിട്ടും പിന്നെ റെഫറീസ് മാച്ച് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറയുകയാണ് ചെയ്തത്. പിന്നെ അവന്റെ വീട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. മാച്ച് കഴിഞ്ഞതിന് ശേഷം അവൻ എത്രത്തോളം ആശ്വസിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മളെല്ലാം ആശ്വസിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. എന്തായാലും മാച്ച് ഇവിടെ കൊണ്ട് തീരുന്നില്ലല്ലോ. ഇത്തവണ മിസ്സായത്, ഇത്തവണ ബ്രൗൺസ് ആയത് അടുത്ത തവണ അവ ഉറപ്പായിട്ടും ഗോൾഡ് ആക്കിയിരിക്കും. സമയം ഇപ്പം 6:15. അപ്പോൾ അവൻ കുറച്ചു നേരം കൂടി ഇരുന്ന് പിന്നെ അവൻ്റെ ഒരു കൂട്ടുകാരൻ അഹദ് എന്ന് പറയുന്ന പയ്യുണ്ട്. അപ്പോൾ അവൻ്റെ മാച്ചും കൂടെ ഉണ്ട്. അവൻ്റെ മാച്ചും കൂടെ കണ്ടതിന് ശേഷം ഇനി വീട്ടിലോട്ട് പോകാമെന്ന് കരുതിയിരിക്കുകയാണ് എല്ലാവരോടും. എന്തായാലും നമ്മളിവിടെ കൊണ്ട് നിർത്തണില്ല, അടുത്ത തൂക്കം അത്രേ ഉള്ളൂ. വണ്ടി മുകളിലിരിക്കണം, പോട്ടെ നമ്മള്. അപ്പം അടുത്ത നമുക്ക് തൂക്കാം, അത്രേ ഉള്ളൂ. ഇതിന്റെ മറ്റേ നാഷണൽസിന് വേണ്ടി സെറ്റ് ചെയ്യും. എന്തായിരുന്നു അത്, ഏതായിരുന്നു ഇവന്റ്? അതിനുവേണ്ടി സെറ്റ് ആയി നാഷണൽസ് വിളിക്കാം. ഈ ഭാഷ അവിടെ അങ്ങ് തീർക്കാം, അത് സെറ്റ് ആക്കി എടുക്കും. ഓക്കെ ഗൈസ്, അപ്പം വീടെത്തിയിട്ടുണ്ട്. തിരിച്ചു പറഞ്ഞ വഴിക്ക് നല്ല കിട്ടില്ല മഴ പെയ്ത് നനഞ്ഞാണ് വന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വ്ളോഗായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ടേക്കണേ.